സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള ഇത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. നമുക്ക് വചനം ലഭിക്കാനും എല്ലാം ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. ഈ എത്രയോ ആളുകൾ, എത്രയോ രാജ്യങ്ങളിൽ നമുക്ക് വചനം ലഭിക്കാതെ, ഇതൊന്നും അറിയാതെ എങ്ങനെ നമുക്ക് രക്ഷ നേടാം എന്നതിനെ പറ്റി ഒരു അറിവുമില്ലാതെ ജീവിക്കുന്ന, ഭക്ഷണം കഴിച്ചും അങ്ങനെ ദൈവത്തെ ശപിച്ചും എല്ലാം ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെ എല്ലാം മുമ്പിൽ നമുക്ക് ദൈവത്തെ സ്നേഹിച്ച സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാൻ കഴിയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ദൈവത്തെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കാര്യങ്ങൾ സുതാര്യമാണ്. അവിടുന്ന് നമ്മളെ എല്ലാ കാര്യത്തിലും സംരക്ഷിച്ചു കൊള്ളും എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവട്ടെ. അങ്ങനെ അതുപോലെ തന്നെ ആ ഏകസത്യ ദൈവമായി അവിടുത്തെയും അങ്ങായി യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അങ്ങനെ നാം നിത്യമായ ജീവിതം ഈ ഭൂമിയിൽ നല്ല ജീവിതം നയിച്ച് നാം മരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ എത്തിച്ചേരണമെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അങ്ങനെ എങ്കിൽ മാത്രമേ നമുക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് നല്ല ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ സാധാരണ മൃഗങ്ങളൊക്കെ ജീവിച്ച് കുറച്ച് വർഷം ജീവിച്ച് മരിച്ച് അല്ലെങ്കിൽ ചത്ത് മണ്ണിനോ അടങ്ങുന്നത് പോലെയല്ല മനുഷ്യന്റെ ആത്മാവ്. ഓരോ മനുഷ്യനിലും ദൈവാത്മാവ് കുടികൊള്ളുന്നു. നാം മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിൽ എത്തിപ്പെടണമെങ്കിൽ നാം ഭൂമിയിൽ നല്ല ജീവിതം നയിക്കണം. അങ്ങനെ നല്ല ജീവിതം നയിക്കണമെങ്കിൽ നാം യേശുക്രിസ്തുവിനെ അറിയണം. യേശുക്രിസ്തുവിനെ അറിയണമെങ്കിൽ നാം വചനം വായിക്കുകയും അത് പ്രഘോഷിക്കുകയും അത് കേൾക്കുകയും എല്ലാം ചെയ്ത് നല്ല മനുഷ്യരായിട്ട്